വർഷങ്ങൾക്ക് മുന്നേ ഫാഷൻ ടെക്നോളജി പഠിക്കുമ്പോഴാണ് ഞാൻ തേക്കടി ബോട്ട് യാത്ര ചെയ്തത്. അതിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേയായിരുന്നു തേക്കടിയിൽ ബോട്ട് ദുരന്തം സംഭവിച്ചത്. പിന്നെ കന്യാകുമാരിയിൽ പോയപ്പോഴാണ് രണ്ടാമത് ബോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റിയത്. എന്റെ ജീവിതത്തിൽ മൂന്നാം തവണയാണ് ബോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പറശ്ശിനിയിൽ പോകാറുണ്ടെങ്കിലും ബോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം ഞങ്ങൾ രാത്രിയിലാണ് കൂടുതലും പോയിട്ടുള്ളത്. വൈകുന്നേരം 6 മണിക്ക് ശേഷം ബോട്ട് യാത്ര ഇല്ലല്ലോ. അപ്പോൾ ഇന്നാണ് ആ സൗകര്യം ഞങ്ങൾക്ക് ഒത്തുവന്നത്. ഒരു വീട്ടമ്മയായി എനിക്ക് എപ്പോഴെങ്കിലും പുറത്തൊക്കെ പോവുക, ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാണുക, അതൊക്കെ മനസ്സിന് നല്ലൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടിയല്ലോ. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് ബോട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് 4 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഇവിടേക്ക്. ബസ് സർവീസും അവൈലബിൾ ആണ്. ഞങ്ങൾ രാവിലെ 7:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ആദ്യമായാണ് ഈ സമയത്ത് ഞങ്ങൾ അവിടെ എത്തിയത്. ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. തിരുവപ്പനയും വെള്ളാട്ടവും നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ. ഏകദേശം 2020 ഈ ടെർമിനലും വാക്ക് വേയും ഒക്കെ പണി കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചത്. മടപ്പുരയുടെയും ഊട്ടുപുരയുടെയും ഇടയിൽ കൂടെയുള്ള ഈ വാക്ക് വേയിലൂടെ നമുക്ക് ബോട്ട് ടെർമിനലിലേക്ക് പോവാം. ഈ വാക്ക് വേയുടെ 2 സൈഡിലും ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും ഉണ്ടാക്കിയിട്ടുണ്ട്. പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന് മുന്നിലുള്ള വളവട്ടണം പുഴയിലെ കൂടെയുള്ള ബോട്ടിങ്ങിന് വേണ്ടിയാണ് നമ്മളിപ്പം പോകുന്നത്. കണ്ണൂരിൽ നിന്ന് 19 കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്നും 11 കിലോമീറ്ററുമാണ് പറശ്ശിനിക്കടവിലേക്കുള്ള ദൂരം. ഇപ്പോൾ എവിടെ പോയാലും ഡ്രസ് കോഡാണല്ലോ. അങ്ങനെയുള്ള കുറച്ച് പേരെ ഞാൻ ഇവിടെയും കണ്ടു കേട്ടോ. അതുപോലെ തന്നെ ഞങ്ങളുടെ പറശ്ശിനിയിലും ക്യാമറയിൽ ഫോട്ടോസൊക്കെ എടുത്ത് അത് അപ്പോൾ തന്നെ ലാമിനേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രെയിം ചെയ്ത് വെച്ച അടിപൊളി ഫോട്ടോസൊക്കെ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ട് കണ്ടായിരുന്നു. വൈകുന്നേരമൊക്കെ ഇവിടെ വന്നാൽ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ പ്രത്യേക ഫീൽ തന്നെയാണ്. മലബാറിന്റെ പ്രകൃതി ഭംഗി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊരു ദൗത്യവുമായി സർക്കാർ തുടങ്ങിയിട്ടുള്ള പ്രൊജക്റ്റാണ് ഈ പറശ്ശിനിക്കടവിലുള്ള ഉല്ലാസ ബോട്ടിംഗ് യാത്ര. ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോട്ടോസൊക്കെ കോപ്പി ചെയ്ത് കൊടുക്കുന്ന സ്ഥലം കേട്ടോ. അപ്പോൾ 100 രൂപയാണ് ഒരു ഫോട്ടോ കോപ്പിക്ക്. KTDCയുടെ കീഴിലായും അതല്ലാതെ പ്രൈവറ്റ് ആയിട്ടും ഒരുപാട് ബോട്ടുകൾ ഇവിടെ സർവീസ് നടത്തുന്നുണ്ട്. അതിശയിപ്പിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ടിക്കറ്റ് ചാർജാണ്. വെറും 50 രൂപയ്ക്കാണ് ഇവിടെ ബോട്ട് സർവീസ് നടത്തുന്നത്. ഇതേ ഇവിടെയാണ് കേട്ടോ ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ബോട്ടിലൊക്കെ കയറി കേട്ടോ. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതേ കാണുന്നതാണ് കേട്ടോ പറശ്ശിനി പാലം. വൈദൂട്ടിയുടെ ആദ്യത്തെ ബോട്ടിംഗ് യാത്രയാണ് കേട്ടോ ഇത്. പറശ്ശിനി പാലത്തിലൂടെ യാത്ര ചെയ്യുമ്പോഴും അതല്ലാതെ അവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ഈ പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ ഒഴുകുന്ന വളവട്ടണം പുഴയുടെയും അതിലേക്കൂടെയുള്ള ബോട്ട് യാത്രകളും എല്ലാം കൂടി നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എല്ലാ പ്രായത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിംഗ് ആണ് ഇവിടെ ഉള്ളത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും.
ദാ അവിടെ നിൽക്കുന്ന ആ ചേച്ചിയാണ് കേട്ടോ ടിക്കറ്റൊക്കെ മുറിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ബോട്ടിലെ യാത്ര തുടങ്ങി കേട്ടോ. ബോട്ടിൽ നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കേട്ടുകൊണ്ട് യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ആ സുഖം അതൊരു വല്ലാത്ത ഫീല് തന്നെയാണ്. ഇങ്ങനെയൊരു ഫീല് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എങ്കിൽ കമൻറ്റ് ചെയ്യണേ. പറശ്ശിനിക്കടവ് പാലത്തിൻ്റെ അടിയിലൂടെ യാത്ര ചെയ്ത് ഞങ്ങളിപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലെത്തിയിരിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. തീർച്ചയായും ഫാമിലിയായിട്ട് വന്ന് ഈ യാത്ര എൻജോയ് ചെയ്യണം.
അപ്പോൾ പറശ്ശിനിക്കടവിൽ വരുമ്പോൾ ദർശനം മാത്രം പോരാ, ഈ പുഴയിലൂടെ യാത്രയും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. കുറഞ്ഞ ചിലവിൽ കുടുംബത്തോടൊപ്പം ആസ്വദിക്കാൻ പറ്റിയ ഒരിടം. അങ്ങനെ ഞങ്ങൾ ബോട്ടിൽ നിന്നിറങ്ങി. ഇനി മുത്തപ്പൻ്റെ പ്രസാദം കഴിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ തേങ്ങാപ്പൂളും കടലയും ചായയായിരുന്നു ഇന്നത്തെ പ്രസാദം. കൂടാതെ നല്ല ലീവുള്ള ദിവസമായതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ അനുഭവപ്പെട്ടത്. ഇവിടെയാണ് കുട്ടികൾക്ക് ചോറൂണൊക്കെ കൊടുക്കുന്ന സ്ഥലം. പിന്നീട് ഞങ്ങൾ പോയത് ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടിൻ്റെ കടയിലേക്കാണ്. ഗിരീഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ഇതാണ് കേട്ടോ ആ കട. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി അറിയിക്കുക. കൂടാതെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പും ചെയ്യുക.